ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ VSSയുടെ അന്തിമ പരിശോധനാ ഫലം SITക്ക് ലഭിച്ചിരിക്കുന്നു. അത് SIT ഇന്ന് ഹൈക്കോടതിയിൽ സമർപ്പിക്കും എന്നാണ് അറിയുന്നത്. തുടർന്ന് ഹൈക്കോടതിയുടെ കൂടി നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ അന്തിമ കുറ്റപത്രം തയ്യാറാക്കിയേക്കും. എന്തായാലും ഈ VSSയുടെ അന്തിമ പരിശോധനാ ഫലം ഞെട്ടിപ്പിക്കുന്നതാണ്. ഇത് സംബന്ധിച്ച വിശദമായ വാർത്ത ഇന്ന് പുറത്തുവിട്ടിരിക്കുന്നത് ജന്മഭൂമി പത്രമാണ്. ജന്മഭൂമി പത്രത്തിൻ്റെ 1-ാം പേജ് ലീഡ് ന്യൂസാണ് ഈ വാർത്ത. ശബരിമലയിൽ മോഷ്ടിച്ചത് എത്ര കിലോ സ്വർണം എന്നുള്ളതാണ് ആ വാർത്തയുടെ രത്നച്ചുരുക്കം. അത് പത്തനംതിട്ടയിൽ നിന്ന് ശ്രീ സജിത് പരമേശ്വരനാണ് ആ വാർത്ത റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. എന്തായാലും ഇതുവരെ പറഞ്ഞ അല്ലെങ്കിൽ SITക്ക് ലഭിച്ച മൊഴികളെല്ലാം അവാസ്തവമാണ്, നുണയാണ് എന്ന് തെളിയിക്കുന്ന ഒരു പരിശോധനാ ഫലമാണ് VSSയിൽ നിന്ന് ലഭിച്ചിരിക്കുന്നത്. VSSയിലെ പരിശോധനാ ഫലം തികച്ചും ശാസ്ത്രീയമാണ്. അതിൽ തെറ്റുപറ്റാൻ ഇടയില്ല എന്ന് നമുക്ക് ഉറച്ചു വിശ്വസിക്കാം. എന്തായാലും എല്ലാറ്റിനുമുപരി അയ്യപ്പൻ്റെ ഒരു ദൃഷ്ടി ഈ കേസിലുണ്ട് എന്ന് തെളിയിക്കുന്നതാണ് ഏറ്റവും പുതിയ സംഭവ വികാസങ്ങൾ. പല രീതിയിൽ പല മാർഗത്തിൽ ഈ കേസ് അട്ടിമറിക്കാൻ പലരും പല തലങ്ങളിൽ ശ്രമിച്ചു. പക്ഷേ അപ്പോഴൊക്കെ അതൊക്കെ തട്ടിത്തടഞ്ഞ് അതിനെയെല്ലാം അതിജീവിച്ചുകൊണ്ട് കേസ് മുന്നോട്ട് പോയി. പ്രഗത്ഭന്മാരായ പലരുടെയും മുഖംമൂടികൾ അഴിഞ്ഞു വീണു. പലരും ഇരുമ്പഴിക്കുള്ളിലായി. പക്ഷേ അന്വേഷണ സംഘത്തിൻ്റെ കുറ്റപത്രം സമർപ്പിക്കാനുള്ള വൈകൽ മൂലം ചിലരൊക്കെ ജാമ്യത്തിൽ പുറത്തിറങ്ങി. ആ ജാമ്യത്തിൽ പുറത്തിറങ്ങി എന്ന് വെച്ച് അവരാരും കേസിൽ നിന്ന് രക്ഷപ്പെട്ടു എന്നല്ല അർത്ഥം. ഇതാ പുതിയ കുരുക്കുകൾ അണിയറയിൽ ഒരുങ്ങുന്നുണ്ട്. വിധി വൈപരീത്യം എന്നല്ലാതെ എന്തു പറയാൻ? നിങ്ങൾ മനസ്സിൽ ഇച്ഛിക്കുന്നതൊന്ന്, അയ്യപ്പൻ പ്രാവർത്തികമാക്കുന്നത് മറ്റൊന്ന്. അങ്ങനെ തന്നെ പറയേണ്ടി വരും. തന്ത്രിയായാലും മന്ത്രിയായാലും അയ്യപ്പൻ്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെടില്ല എന്ന് വ്യക്തം. അതാണ് VSSയുടെ പരിശോധനാ ഫലം തെളിയിക്കുന്നത്. ഞാൻ ആ റിപ്പോർട്ടിലേക്ക് വിശദമായിട്ട് വരാം. അതിൽ ചില കണക്കുകളൊക്കെ ഉദ്ധരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ സംഖ്യകൾ പറയുമ്പോൾ തെറ്റിപ്പോകാൻ പാടില്ല, വളരെ കൃത്യമായിരിക്കണം. എത്ര കിലോ സ്വർണം നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് ഒന്നാമത്തെ ചോദ്യം. വളരെ കൃത്യമായിട്ട് VSSയിൽ നിന്ന് VSS പരിശോധനാ ഫലം വ്യക്തമാക്കുന്നത് 3 കിലോയിലധികം സ്വർണം നഷ്ടപ്പെട്ടു എന്നാണ്. ഇതിന് അവർ വെറുതെ ചുമ്മാ പണ്ടുണ്ടായിരുന്ന രേഖകൾ, ദേവസ്വം ബോർഡിൽ ഉണ്ടായിരുന്ന രേഖകൾ മാത്രം വെച്ചുകൊണ്ടല്ല അവർ കാര്യങ്ങൾ പറയുന്നത്. ഈ സ്വർണം പൊതിഞ്ഞ ആ സംവിധാനത്തെ അല്ലെങ്കിൽ ആ സാങ്കേതിക വിദ്യയെ അടിസ്ഥാനപ്പെടുത്തി അത് പരിശോധിച്ച് ശാസ്ത്രീയമായി പരിശോധിച്ചാണ് അവർ ഈ നിർണയത്തിലെത്തിയിരിക്കുന്നത്. വിശദമായ റിപ്പോർട്ടിലേക്ക് നമുക്ക് കടക്കാം. ഈ SITക്ക് ലഭിച്ചിരിക്കുന്ന ഇപ്പോഴത്തെ വിവരമനുസരിച്ച് 3 കിലോയിലധികം സ്വർണം നഷ്ടപ്പെട്ടു എന്നാണ്. ശബരിമല സന്നിധാനത്ത് 2019 അഴിച്ചെടുത്തത് കട്ടിളപ്പാളികൾ, അതുപോലെ ദ്വാരപാലക വിഗ്രഹങ്ങളെ പൊതിഞ്ഞിരുന്ന പാളികൾ, ഇതാണ് അന്ന് അഴിച്ചെടുത്തത് 2019. ഈ 2019 അഴിച്ചെടുത്ത ഇവയിൽ നിന്ന് 989 ഗ്രാം സ്വർണം മാത്രമാണ് വേർതിരിച്ചെടുക്കാൻ കഴിഞ്ഞതെന്ന് ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസ് മൊഴി കൊടുത്തിരിക്കുന്നു. അതായത് പങ്കജ് ഭണ്ഡാരിയുടെ നേതൃത്വത്തിൽ അദ്ദേഹം CEO ആയിട്ട് പ്രവർത്തിക്കുന്ന ഈ സ്മാർട്ട് ക്രിയേഷൻസിൻ്റെ ആൾക്കാർ കൊടുത്തിരിക്കുന്ന മൊഴി ഇതാണ്. 989 ഗ്രാം. വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കണം നമ്മൾ. അങ്ങനെ 989 ഗ്രാം മാത്രമേ ഞങ്ങൾക്ക് മാറ്റിയെടുക്കാൻ, അതിൽ നിന്ന് വേർതിരിച്ചെടുക്കാൻ സാധിച്ചുള്ളൂ. അതിൽ 109 ഗ്രാം പണിക്കൂലിയായിട്ട് സ്വീകരിച്ചു. ശേഷിച്ച 880 ഗ്രാമിൽ നിന്ന് 394.9 ഗ്രാം, ഏതാണ്ട് 395 ഗ്രാം എന്ന് തന്നെ പറയാം. ഈ സ്വർണത്തിനൊരു പ്രത്യേകതയുണ്ട്. 0.1 ഗ്രാമിന് പോലും അറിയാമല്ലോ ഇന്ന് എന്താണ് വിലയെന്ന്. അപ്പോൾ നമുക്ക് ഊഹിക്കാം. എങ്കിലും നമുക്ക് 395 ഗ്രാം എന്ന് കരുതാം. ആ സ്വർണം പാളികളിൽ പൂശി. ബാക്കി വന്നത് 496 ഗ്രാം സ്വർണമാണ്. ഇത് 474.9 ഗ്രാം, അതായത് 475 ഗ്രാം എന്ന് കരുതിക്കോളൂ. ബെല്ലാരിയിലെ ജുവലറി ഉടമ ഗോവർദ്ധന് മറിച്ച് വിറ്റു. ഇതാണ് ഈ പ്രതികൾ, ഉണ്ണികൃഷ്ണൻ പോറ്റി തൊട്ടുള്ള ഈ കേസിലെ പ്രതികൾ
SITക്ക് നൽകിയ മൊഴി. ഈ മൊഴി അവാസ്തവമാണെന്ന് VSSC പരിശോധനാ ഫലം അടിവരയിട്ട് ഉറപ്പിക്കുന്നു. വരട്ടെ, ഇത് ശുദ്ധ നുണയാണ് എന്നുള്ള കാര്യം ഈ ഫോറൻസിക് പരിശോധനയിൽ വ്യക്തമാകുന്നുണ്ട്. അതിലേക്ക് നമുക്ക് വരാം. ഇവർ പറഞ്ഞതിൻ്റെ 3 ഇരട്ടി സ്വർണം അവിടെ ഉണ്ട് എന്ന് കൃത്യമായിട്ടും ഈ രേഖകൾ, അതായത് 98-ൽ UB ഗ്രൂപ്പ് സ്വർണം പാളികൾ കൊണ്ട് ഇതിനെ പൊതിഞ്ഞതിനു ശേഷം ദേവസ്വം ബോർഡിന് സമർപ്പിച്ച കണക്കുണ്ട്. ആ കണക്കനുസരിച്ച് ഏതാണ്ട്, ഞാൻ അതിൻ്റെ ആ കണക്കിൻ്റെ തന്നെ വിശദമായ കാര്യങ്ങൾ പറയാം. ആകെ ഉപയോഗിച്ച സ്വർണത്തിൻ്റെ അളവ് 30.291 കിലോഗ്രാം. അവിടെ മൊത്തത്തിൽ ഉപയോഗിച്ചതാണ് കേട്ടോ. ഈ കട്ടളപ്പാളിയിലും ദ്വാരപാലക വിഗ്രഹങ്ങളിലും മാത്രമല്ല, അവിടെ മൊത്തത്തിൽ സ്വർണം പൊതിയാൻ ഉപയോഗിച്ചത് 30.291 കിലോഗ്രാം എന്നാണ് UB ഗ്രൂപ്പ് നൽകിയിരിക്കുന്ന കണക്ക്. ആ കണക്കിൽ തെറ്റൊന്നും വരാൻ സാധ്യതയില്ല. അവരതിനകത്ത് കളിപ്പീരൊന്നും നടത്തിയിട്ടില്ല. വളരെ കൃത്യമായിട്ട് സ്വാമി അയ്യപ്പന് അവരുടെ വകയായിട്ടുള്ള ഒരു സംഭാവന, വഴിപാട്, നേർച്ച എന്നൊക്കെ നമുക്ക് കരുതാം. അതുകൊണ്ട് തന്നെ അതിനകത്ത് കള്ളത്തരമുണ്ടാകാൻ സാധ്യത ഒട്ടും തന്നെ ഇല്ല. എന്നാൽ ഈ പ്രഭ, ദശാവതാരം എന്നിവ അടങ്ങുന്ന കട്ടിളപ്പാളി, ആ കട്ടിളപ്പാളിയിൽ 2519.760 ഗ്രാം സ്വർണം, 2 ദ്വാരപാലക പാളികളിൽ മാത്രം 1564.190 ഗ്രാം സ്വർണം ഇത്രയും പൂശിയിട്ടുണ്ട്. ഇത് UB ഗ്രൂപ്പിൻ്റെ കണക്കുകളിൽ നിന്ന് വ്യക്തമാണ്. അതായത് ഒരിടത്ത് ഏതാണ്ട് 2519.760 ഗ്രാം, ശ്രദ്ധിക്കണം, ഗ്രാമാണ്. അതുപോലെ തന്നെ ദ്വാരപാലക പാളികളിൽ 1564.109 ഗ്രാം സ്വർണം പൂശി. ഇത് നമുക്ക് രേഖകളിൽ നിന്ന് വ്യക്തമാകുന്നു. അതായത് 4083.950 ഗ്രാം സ്വർണം, ഏതാണ്ട് 4 കിലോ. അത്രയും സ്വർണം ആണ് ഈ രണ്ടിലും കൂടി, കട്ടളപ്പാളിയിലും ദ്വാരപാലക വിഗ്രഹങ്ങളിലും കൂടി പൊതിഞ്ഞിരിക്കുന്നത്. അതിൽ നിന്ന് 989 ഗ്രാം സ്വർണം മാത്രമേ ഞങ്ങൾക്ക് വേർതിരിച്ചെടുക്കാൻ സാധിച്ചുള്ളൂ എന്ന ഈ മൊഴി, ആ വാദം ശുദ്ധ നുണയാണ്, കളവാണ് എന്ന് പരിപൂർണമായും വ്യക്തമാക്കുന്നതാണ് VSSCയുടെ പരിശോധനാ ഫലം. ഇതിൽ നിന്ന് എത്ര അളവിൽ സ്വർണം ഇവർക്ക് എടുക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ള ഫോറൻസിക് പരിശോധനാ ഫലം, രാസപരിശോധനാ ഫലം വളരെ കൃത്യമായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി 3 കിലോയിലേറെ സ്വർണം ഉണ്ണികൃഷ്ണൻ പോറ്റിയും സ്മാർട്ട് ക്രിയേഷൻസ് CEO പങ്കജ് ഭണ്ഡാരിയും ഗോവർദ്ധനും ചേർന്ന് തട്ടിയെടുത്തു എന്ന് നമുക്ക് ഉറപ്പിക്കാൻ കഴിയുന്നതാണ് ഈ അന്തിമ ലാബ് റിപ്പോർട്ട്. അതുപോലെ തന്നെ ഈ UB ഗ്രൂപ്പ് ശ്രീകോവിലിൽ പൊതിഞ്ഞ സ്വർണത്തിൻ്റെ അളവ് രേഖപ്പെടുത്തി ദേവസ്വം ബോർഡിന് 98-ൽ കൃത്യമായ കണക്ക് നൽകിയിരുന്നതായിട്ട് ഞാൻ പറഞ്ഞു. ആ കണക്കിൻ്റെ അടിസ്ഥാനത്തിൽ ഈ രാസപരിശോധനാ ഫലം, അതായത് ഈ ചെമ്പ് പാളികളിലാണ് ഈ സ്വർണം പൊതിഞ്ഞിരിക്കുന്നത്. ഞാൻ ഇടയ്ക്ക് സ്വർണം പൂശി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദയവായി ക്ഷമിക്കുക. അത് സ്വർണം പൊതിയുകയാണ് ചെയ്തിരിക്കുന്നത്. എന്നാൽ ഇവർ ഈ സ്വർണം, ആ പൊതിഞ്ഞിരിക്കുന്ന പാളികളെ ഇതിൽ നിന്ന് വേർതിരിച്ചെടുത്തതിന് ശേഷം അതിൽ സ്വർണം പൂശുകയാണ് ചെയ്തത്. നമ്മൾ ഇലക്ട്രോപ്ലേറ്റിംഗ് ചെയ്യുന്നത് പോലെ സ്വർണം പൂശിയെടുക്കുകയായിരുന്നു ചെയ്തത്. ആ സ്വർണം പൂശാൻ വളരെ കുറച്ച് സ്വർണം മതി. ഏതാണ്ട് 394.19 ഗ്രാം സ്വർണമാണ് പൂശാൻ എടുത്തിരിക്കുന്നത്. ബാക്കി ഞങ്ങൾ ഏതാണ്ട് 400 ചില്ലുവാനം ഗ്രാം സ്വർണമാണ് അടിച്ചു മാറ്റിയത് എന്നാണ് ഇവർ കൊടുത്തിരിക്കുന്ന മൊഴി. പക്ഷേ അതങ്ങനെയല്ല. വളരെ കൃത്യമായിട്ട് 3 കിലോയിലധികം സ്വർണം അവിടുന്ന് നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന് അന്തിമ പരിശോധനാ ഫലം വ്യക്തമാക്കുന്നു. ഇനി പന്ത് ഹൈക്കോടതിയുടെ കോർട്ടിലാണ്. ഹൈക്കോടതിയിൽ അന്തിമ റിപ്പോർട്ട് എത്തുന്നതോടുകൂടി കൃത്യമായി കുറ്റപത്രം സമർപ്പിക്കാനുള്ള നിർദ്ദേശങ്ങൾ കോടതിയിൽ നിന്ന് വരും. ഇനി അറിയേണ്ടത്
കേവലം ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ തുടങ്ങി കുറേ ദേവസ്വം ജീവനക്കാരും അവിടെ കുറേ ശാന്തിക്കാരും തന്ത്രിയും പിന്നെ ഒരു ജുവലറി ഉടമയും ഈ സ്മാർട്ട് ക്രിയേഷൻസും മാത്രമാണോ, അതോ അതിന് പിന്നിൽ വേറെയും വലിയ തിമിംഗലങ്ങൾ ഒളിച്ചിരിപ്പുണ്ടോ, വലിയ ഗൂഢാലോചന നടന്നിട്ടുണ്ടോ? ഈ വിഷയത്തിൽ വളരെ കൃത്യമായിട്ട് മറുപടി പറയേണ്ടത് SIT ആണ്. SIT MP-മാരെ ചോദ്യം ചെയ്യുന്നു, അതുപോലെ തന്നെ ചില MLA-മാരെ ചോദ്യം ചെയ്യുന്നു, മുൻ മന്ത്രി കൂടിയായ MLA-യെ ചോദ്യം ചെയ്യുന്നു, നിലവിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സ്ഥാനത്തുനിന്ന് ഇപ്പോൾ മാറിയ ആളിനെ ചോദ്യം ചെയ്യുന്നു. പക്ഷേ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നില്ല. ഇനിയിപ്പോൾ കുറെ കൂടി വ്യക്തമായി ഈ ഹൈക്കോടതിയുടെ നിർദ്ദേശം കൂടി വരുന്നതനുസരിച്ച് മറ്റ് നടപടികളിലേക്ക് SIT കടക്കും എന്ന് നമുക്ക് കരുതാം. ഇപ്പോൾ ഒരു കാര്യം കൂടി വ്യക്തമാകുകയാണ്, ED എന്തുകൊണ്ട് ഈ കേസിനകത്ത് ഇടപെട്ടു എന്നുള്ളതും വളരെ വ്യക്തമാണ്. കേവലം ഒരു 1000 ഗ്രാം സ്വർണം ഈ പറഞ്ഞതുപോലെ അവിടുന്ന് മാറ്റിയെടുത്തപ്പോൾ അതിൽ നിന്ന് ഞങ്ങൾ 400 ചില്ലാനം ഗ്രാം സ്വർണം മാത്രമേ എടുത്തിട്ടുള്ളൂ എന്ന് പറയുന്ന പ്രതികളുടെ മൊഴി ശുദ്ധ കളവാണെന്ന് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെയാണ് ED ഈ കേസിൽ ഇടപെട്ടത്. ഈ പറയുന്നത് പോലെ 3 കിലോയിലധികം സ്വർണം ഇവിടുന്ന് അടിച്ചു മാറ്റിയിട്ടുണ്ട്. അതിന് കിട്ടിയ പണം കള്ളപ്പണമാണ്, കവർച്ച പണമാണ്. അത് ഹവാല ഇടപാടുകളിലൂടെ വെളുപ്പിച്ചിരിക്കാനുള്ള സാധ്യതയുണ്ട്. മറ്റു പല അമൂല്യ വസ്തുക്കളും ശബരിമലയിൽ നിന്ന് നഷ്ടപ്പെട്ടതായിട്ട് നമുക്ക് വലിയ സംശയങ്ങളുണ്ട്. ഭക്തർ ആ രീതിയിൽ കാര്യങ്ങൾ ചിന്തിച്ച് മുന്നോട്ട് പോകുന്നു. അയ്യപ്പൻ്റെ അംശവടി ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വലിയ തിരിമറികളിൽ നടന്നു എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു കവർച്ച നടത്തി കിട്ടിയ പണം വലിയ രീതിയിൽ വെളുപ്പിക്കാനുള്ള ശ്രമം നടന്നു. അതിൻ്റെ തെളിവുകൾ EDക്ക് കിട്ടി. അതുകൊണ്ടാണ് EDയും ഈ കേസിൽ ഇടപെട്ടിരിക്കുന്നത്. അല്ലാതെ EDക്കൊരു സുപ്രഭാതത്തിൽ ഉൾവിളി ഉണ്ടായിട്ട് വന്നതൊന്നുമല്ല. വളരെ കൃത്യമായിട്ട് ഈ കാര്യങ്ങൾ മനസ്സിലാക്കി തന്നെയാണ് SITയും EDയും മുന്നോട്ട് പോകുന്നത്. രണ്ട് കേസുകളാണ്. ഒന്ന് കവർച്ച കേസാണ്, ഒന്ന് കള്ളപ്പണം വെളുപ്പിച്ച കേസാണ്. അതുകൊണ്ട് പ്രതികൾ ഒരു കാരണവശാലും ഇതിൽ നിന്ന് രക്ഷപ്പെടാതിരിക്കുകയാണ് വേണ്ടത്. അവരെ പൂട്ടാനുള്ള കൃത്യമായ മാർഗനിർദ്ദേശങ്ങൾ നമ്മുടെ ഹൈക്കോടതിയിൽ നിന്ന് ഉണ്ടാകുക തന്നെ ചെയ്യും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ആര് ക്ഷമിച്ചാലും അയ്യപ്പൻ നിങ്ങളോട് ക്ഷമിക്കില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ തെളിവാണ് VSSCയുടെ രാസപരിശോധനാ ഫലം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നേരിട്ട് ലഭിക്കാൻ ജനങ്ങളിൽ നിന്ന് ജനങ്ങളിലേക്ക് ജനഭൂമി ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യൂ. ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.